ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം കണ്ണനൊക്കെ സ്കൂളിൽ പോകാനായിട്ടൊക്കെ തുടങ്ങുവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പവും മുട്ടക്കറിയാണ്. അപ്പം കറി എല്ലാം റെഡിയായി. ഇനി അപ്പം കൂടെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് വിടണം, കഴിക്കാൻ കൊടുക്കണം. അങ്ങനെ രാവിലത്തെ അടുക്കളയിലെ ഒട്ടപ്പാച്ചിൽ തുടങ്ങി. ഭയങ്കര മഴ വരുന്നുണ്ട് കേട്ടോ കണ്ണാ. അങ്ങോട്ട് നോക്കി ഇരുണ്ട് മൂടി വരുന്നു. 7:30 ആകാൻ പോകുന്നു. വേഗം റെഡി ആയിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മഴ വരുന്നുണ്ട്. എന്നാ കാറ്റാന്ന് നോക്കി. അയ്യോ എന്നാ കാറ്റാ, പേടിയാവുന്നു കണ്ടിട്ട്. ഭയങ്കര കാറ്റ് പോച്ചിട്ട് വെളിയിൽ. എന്നാ സ്കൂളിലോട്ട് പോട്ടെ. ഇത് ഭയങ്കര കാറ്റാട്ടോ, മാറിക്ക് പേടിയാന്ന്. അടയ്ക്കട്ടെ കഥയൊക്കെ. ഭയങ്കര അയ്യോ, അത് കെട്ടി വെച്ചിരുന്നായിരുന്നു കേട്ടോ. അത് പ്ലാവ്. അയ്യോ അവരുടെ മുരിങ്ങയൊക്കെ ഒടിഞ്ഞു വീണു. റോസമ്മ ചേച്ചിയുടെ സ്ഥലം ഏതാതോ എർത്ത് വെട്ടിയതായിരുന്നു. അപ്പം ഇങ്ങനെ ഇവിടെ എർത്ത് വെട്ടായിരുന്നല്ലേ? ഓ സോറി, അറിയാതെ പറ്റിപ്പോയത്. ഞാനവർക്ക് ഇങ്ങനെ കൊടിഞ്ഞു പോയെന്ന്. എനിക്ക് കാറ്റ് ഭയങ്കര പേടിയാണ്. കാറ്റ് കാണുമ്പോഴത്തേക്ക് എന്നാ പോലെ. ഈ ചെരുപ്പ് കണ്ട ഇവിടോട്ട് കയറ്റി ഇടല്ലെന്ന് പറഞ്ഞാൽ കയറ്റിയല്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കണ്ണം പോയി കേട്ടോ. ഭയങ്കര കാറ്റും മഴയത്താണ് പോയത്. ഇതിനി അച്ഛനുള്ള ചപ്പാത്തി, അവർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും പിന്നെ ഇവിടെ കഴിക്കാനുള്ള ചപ്പാത്തി. അപ്പം നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്നതൊക്കെ നേരത്തേക്ക് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് വന്നവർക്കൊക്കെ വേണ്ടിയാണ് ഇങ്ങനെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് എനിക്കിതാണ് എളുപ്പം, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. ഇനി ചപ്പാത്തി ഉണ്ടാക്കി അവർക്ക് ചപ്പാത്തി കറി മുട്ടക്കറി ഉള്ളതുകൊണ്ട് പിന്നെ വേറെ കറി ഒന്നും ഉണ്ടാക്കണ്ട. ഇനി ചപ്പാത്തികൾ ഉണ്ടാക്കി ഞങ്ങൾ ഇനി കഴിക്കാനൊക്കെ തുടങ്ങും. രാവിലത്തെ മഴയെല്ലാം കഴിഞ്ഞുണ്ടല്ലോ. ഇപ്പം നല്ല വെയിലാണ്. വെളിയിൽ ഭയങ്കര വെയിലാണ്. ഇന്ന് മഴ പെയ്താന്ന് പോലും പറയത്തില്ല. എന്നാ മഴയായിരുന്നു അറിയാം രാവിലെ. നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡിയാക്കുവാണ്. കറിക്ക് പാവയ്ക്ക മെഴുക്കോട്ടി വെക്കണ്ടേ. പാവയ്ക്ക മെഴുക്കോട്ടി വെക്കാനും പിന്നെ ചീമച്ചക്ക തോരൻ വെക്കാനും പിന്നെ മത്തി വറക്കാനായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ മീൻകറി ഇരിപ്പുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ റെഡിയാക്കുവാണ്. ഉപ്പുപാത്രം മാറിയതെന്നു ചിന്തിക്കണ്ട കേട്ടോ. ഉപ്പുപാത്രത്തിനകത്ത് ഉപ്പ് തീർന്നേ. ഇത്രയും കൂടെ ഉള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഉപ്പുവരണി കഴുകി വെച്ച്. നമ്മുടെ കഴിഞ്ഞ ദിവസം ജയചേച്ചിയല്ല അജിത ചേച്ചിയുടെ വീഡിയോ കണ്ടു. ജയചേച്ചിയും പറഞ്ഞിട്ടുണ്ട് ഈ ഉപ്പുവരണി ഉപ്പ് തീർന്ന് കഴിയുമ്പോൾ കഴുകണമെന്ന്. ചേച്ചിയുടെ വീഡിയോ കണ്ട് ആരോ ചേച്ചിയോട് പറഞ്ഞു. എന്നിട്ട് ഇനി വീണ്ടും അതിനകത്ത് ഉപ്പിടാവുള്ളതെന്ന്. ഞാൻ അതൊന്ന് കഴുകി കമത്തി വെച്ചേക്കുവാണ്. അതവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ എനിക്ക് കുറച്ച് ഉപ്പുണ്ടായിരുന്നു. അപ്പം ഉപ്പ് ഇനി മാറ്റിയതാണ്. ചീമച്ചക്ക വേവിക്കാനായിട്ട്, ചീമച്ചക്കാന്നും കടച്ചക്കാന്നും ഒക്കെ പറയും കേട്ടോ. സാധനം കൊണ്ടൊന്ന് വിട്ട് വെച്ചിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ
ഇവിടെ ഇപ്പൊ അച്ഛൻ്റെയും കണ്ണിൻ്റെയും ഒക്കെ ഒരുപാട് പഴയ ഡ്രസ്സുകളുണ്ട് കേട്ടോ. പഴയെന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ വർഷമൊക്കെ ഉപയോഗിച്ചതും ഒക്കെ ആയിട്ടുള്ള കുറെ ഡ്രസ്സുകളുണ്ട്. അത് നല്ല ഡ്രസ്സുകളാണേ. മുളക് പൊടിയും എടുത്തോണ്ട് വരട്ടെ. ചീമച്ചക്ക തോരൻ വെക്കുന്നതിന് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വെജിറ്റബിൾ മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുക. സവോളയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് ചീമച്ചക്കയുടെ കൂടെ. ഇന്നലെ അനിയത്തി കൊണ്ടുവന്നാണ്, അവരുടെ വീട്ടിൽ ഉണ്ട്. അപ്പൊ അവര് വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവര് കൊണ്ടുവന്ന നല്ലൊരു വെള്ളഞ്ഞൊക്കെയാണ്. ചീമച്ചക്ക വെള്ളഞ്ഞ അല്ലെങ്കിൽ ഉണ്ടല്ലോ വേവിച്ച കൊള്ളത്തില്ല, കറി വെച്ചാലും കൊള്ളത്തില്ല. ഇത് മെഴുക്ക് വരട്ടിക്ക് വലിയ കുഴപ്പമില്ല. മെഴുക്ക് വരട്ടി അതുവരെ വെച്ചിട്ടില്ല. അപ്പൊ മെഴുക്ക് വരട്ടിക്ക് കൊള്ളാമെന്ന് തോന്നുന്നു. ഒരുപാട് വെള്ളയാത്ത ചീമച്ചക്ക. പപ്പടം അതുകൊണ്ട് കൂടായിപ്പോ. പിന്നെ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് പിള്ളേരുടെ പഴയ ഡ്രസ്സിന്റെ കാര്യങ്ങൾ. അപ്പം ഇവിടെ എൻ്റെ പഴയ സാരികൾ ഇരിപ്പുണ്ട്. പിന്നെ ചുരിദാർ കുറവാണ്, കാരണം ചുരിദാർ ഞാൻ കൂടുതൽ ഇടുന്നുണ്ട്. ചുരിദാർ അങ്ങനെ പഴയതായിട്ട് അങ്ങനെ വരത്തില്ല. എത്ര പഴയതായുള്ള ഒരു സാരിയൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം അതിലൊക്കെ ചോദിച്ചാൽ കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ എല്ലാ നേരത്തെയൊക്കെ ഇവിടെ കുഞ്ഞു ക്ലാസ്സിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ സ്കൂളിൽ നിന്ന് മേടിക്കുമായിരുന്നു കേട്ടോ. സ്കൂളിൽ നിന്ന് ടീച്ചർമാർ പറയുന്നത് പഴയ ഉടുപ്പൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നത്. പഴയ ഉടുപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകളല്ല കേട്ടോ, പുറത്ത് ഇടുന്ന ഡ്രസ്സുകളാണ്, നല്ല ഡ്രസ്സുകൾ. വീട്ടിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് കീറിയും അതെല്ലാം അഴുക്കൊക്കെ പറ്റും. പിന്നെ പുറത്ത് വന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അങ്ങനെ അഴുക്കില്ല, കീറിയതല്ല, പിന്നെ അതിലൊന്നും അങ്ങനെ കറയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ ഈ പാമ്പിടിച്ച കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ ഇവിടെയെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. സ്കൂൾ വഴി നമുക്കതൊക്കെ അറിയാൻ പറ്റും. കാര്യം സ്കൂളിൽ വരുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ സിറ്റുവേഷൻ ടീച്ചർമാർക്കൊക്കെ ആയാലും. അപ്പം അങ്ങനെ ഞാൻ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി എടുത്തു വെക്കാണ്. അപ്പം ഇവിടെ ഞാൻ കണ്ണനെയും അച്ഛനെയും കുഞ്ഞിലെയും മുതലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ കേട്ടോ. മക്കളെ നിങ്ങൾക്ക് വേണ്ടാത്തത് മറ്റവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക. കാര്യം നമ്മളത് ഉപയോഗിക്കാതെ മാറ്റിയിട്ട് അവിടെ കളയാനൊക്കെ നല്ലത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇവിടെ കളിപ്പാട്ടങ്ങളാണെങ്കിലും ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പം അച്ഛൻ്റെ ഉടുപ്പ് ഒത്തിരി കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ണൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പം കണ്ണൻ്റെ കുറേ ഷർട്ടുകളൊക്കെ ഇരിപ്പുണ്ട് അവന് ചെയ്തത്. ചില ഷർട്ടൊക്കെ 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ, അതുപോലെ പുതിയ ഷർട്ടുകളാണ്. അപ്പം അതെല്ലാം ഞാനൊരു കവറിനകത്തൊക്കെ വെച്ചേക്കുമായിരുന്നു. ഇപ്പം എനിക്കൊന്ന് ഈ കവറിനകത്തൊക്കെ നമ്മളിങ്ങനെ മാറ്റി വെക്കുമ്പോഴത്തേക്കും ചെറിയൊരു പൂപ്പൽ മണം ഒക്കെ വരും മഴയൊക്കെ ആകുമ്പോഴത്തേക്ക്. അപ്പം ഞാനത് മുഴുവൻ ഇനി കഴുകി എല്ലാം ഒന്ന് എടുത്ത് നല്ല വൃത്തിയാക്കി വെച്ച്, അഴുക്കൊന്നുമില്ല, ഒരു സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് തേച്ച് വേണം കൊടുക്കേണ്ട. അപ്പം അച്ഛൻ കടയിലും വന്നിട്ട് വേണം അവരുടെ ഇനിയും ഡ്രസ്സുകൾ വേറെ ഉണ്ടോന്നും കൂടെ നോക്കി അലമാരിയിലും ഒക്കെ നോക്കി എടുക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു പിള്ളേരൊക്കെ, പിള്ളേരുടെ വലിയവരെയാണ് കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവർക്ക് ചേരാതെ വരുമ്പോഴത്തേക്ക് വെറുതെ കളയാൻ നിൽക്കരുത്. അത് ആരെയെങ്കിലും ഏൽപ്പിക്കണം. സ്കൂളുകളിലൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും ആർക്കെല്ലൊക്കെ വേണമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഇവിടെയൊക്കെ ചോദിച്ച് കൊടുക്കാൻ പറ്റും. ഇവർ ഒത്തിരി ഡ്രസ്സുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവർ അച്ഛൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് യൂണിഫോം ആയതുകൊണ്ട് ഇവരുടെ ഡ്രസ്സുകൾ നല്ല ജോഡി ഡ്രസ്സുകൾ അങ്ങനെ അധികം ഇവർ ഇടുന്നില്ലല്ലോ. നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ അത്യാവശ്യം ഒന്നും ഇടുന്നത്. അച്ഛൻ കണ്ണനൊക്കെ പിന്നെ ഒരു സ്വഭാവമുണ്ട്, അവർക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അത് എനിക്കും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഒരു ഡ്രസ്സിനോട് ഇഷ്ടം തോന്നിയാൽ എവിടെ പോയാലും അത് മാത്രമേ ഇടുള്ളൂ, ബാക്കി ഒന്നേലും തൊടുകയില്ല. അങ്ങനെയുള്ള ഒരുപാട് പിള്ളേരൊക്കെ കാണും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. വേറെ എത്ര ഇരിപ്പുണ്ടെങ്കിലും പുതിയത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു മനസ്സിനിണങ്ങിയ ഒരു ഡ്രസ്സ് കാണും, അതായിരിക്കും ഞാൻ കൂടുതലും. അതിന് ചില സമയത്ത് എന്നെ അച്ഛൻ കളിയാക്കും, അമ്മയ്ക്ക് വേറെ ഇല്ല. ഞാൻ ചോദിക്കുമ്പോൾ നിനക്ക് വേറെ ഇല്ലെന്ന് ചോദിക്കും. അപ്പം അവൾ പറയാം അമ്മ എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഞാൻ പിടി അതുപോലെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇടുന്നതെന്ന് പറയും. കണ്ണൻ പിന്നെ ഇച്ചിരൊക്കെ മാറിയൊക്കെ ഇടും കേട്ടോ. ഞാനും അച്ഛനുമാണ് കൂടുതലും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വേറെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എടുക്കണം. അപ്പം നമ്മുടെ ഇത് പറഞ്ഞ കാര്യം വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സ് ബട്ടൺ പൊട്ടിയത്, കീറിയത്, അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കരുത്. ഇപ്പൊ കണ്ണന്റെ ഷർട്ടിൽ 2-3 ബട്ടൺസ് ഇല്ല, അത് ഞാൻ അതിന്റെ കോളറിന്റെ അവിടെ നിന്ന് ബട്ടൺസ് എടുത്ത് അത് തയ്ച്ച് ആണ് കൊടുക്കാൻ പോകുന്നത്. അല്ലാതെ അത് വേണമെങ്കിൽ കൊണ്ടുപോയി അവർ തയ്ച്ചിടട്ടെ എന്നുള്ള രീതിക്ക് നമ്മൾ കൊടുക്കരുത്. നമ്മളത് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് കൊടുക്കുക. അവരത് കാണുമ്പോൾ അതുങ്ങളുടെ മനസ്സ് നിറയണം. അവർക്കത് കിട്ടുമ്പോഴത്തേക്കും നല്ലൊരു ഡ്രസ്സാണല്ലോ എന്ന് പറഞ്ഞത്. ചിലർ പഴയ ഡ്രസ്സുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കീറിയതും പിന്നെ അങ്ങനെ പറ്റി കുറെ കൂടെ തുണികൾ എടുത്തു കൊടുക്കും. അങ്ങനെ കൊടുക്കരുത്. നമ്മൾ കൊടുക്കുമ്പോൾ നല്ല തുണികൾ കൊടുക്കുക. ഇവിടെ ഇവരുടെ വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെ തൊട്ട് ഇതൊക്കെ അച്ഛൻ്റെ ഒക്കെ പാൻ്റൊക്കെയാണ് വീട്ടിലിടുന്നത്. അതൊക്കെ ഞങ്ങളുടെ കൈക്കള പിടിക്കാൻ എടുക്കുന്നത്. കാര്യം അതിനെ നമുക്ക് എടുക്കത്തില്ല. അല്ലാതെ അതും ചെറുതായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എടുക്കാനോ വേറെ ആർക്കും കൊടുക്കത്തില്ല.
നല്ല ഡ്രസ്സുകളാണ് ഞാൻ കൂടുതലും പുറത്തുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൂടെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ കണ്ടല്ലോ. വരുന്ന തലമുറയിൽ അവർ പറഞ്ഞു കൊടുക്കും, മക്കളെ ഇങ്ങനെ കൊടുക്കണം, പിള്ളേരെ കൊണ്ട് കൊടുത്ത് ശീലിപ്പിക്കണം. ചില കുഞ്ഞുങ്ങളുണ്ട് ഒരു സാധനം കൊടുക്കരുത് ഒരു മനുഷ്യർക്ക്, ഒരു ആഹാര സാധനമാണേലും അതല്ല ഒരു കളിപ്പാട്ടമാണേലും എന്നാണേലും കൊടുക്കാൻ സമ്മതിക്കില്ല. അവർക്കത് വേണ്ടേലും അവരത് കളഞ്ഞാലും വേറൊക്കെ കൊടുക്കുകയില്ല. പക്ഷെ ഇവിടെ ഇവരെ രണ്ടുപേരും ഞാൻ കുഞ്ഞിലെ പോലെ അങ്ങനെ അല്ല കേട്ടോ. ഫുഡാണെങ്കിലും സ്കൈവി കണ്ണനൊക്കെ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ണൻ്റെ ടീച്ചർ എന്നോട് പറയായിരുന്നു, ഇവൻ കൊണ്ടുവരുന്ന ആഹാരം ഇവൻ കഴിക്കത്തില്ല, മറ്റുള്ളവർക്കാണ് കൊടുക്കുന്നതെന്ന്. അപ്പൊ അവൻ എന്നോട് പറയാം, അമ്മ അവരെടുക്കുമ്പോൾ ഞാൻ എടുക്കണ്ടെന്ന് പറയത്തില്ല എന്ന് പറയും. അച്ഛന് പിന്നെ ഒരു പ്രശ്നമുണ്ട്, അവിടെ പാത്രത്തിൽ ആരും കൈ ഇടുന്ന ഇഷ്ടമല്ലേ. എന്നുവെച്ചാൽ അവർക്ക് ഈ മോരുകറിയെ പിടിച്ചതോ പിന്നെ ഈ സാമ്പാർ അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവള് ആദ്യമേ അവൾക്കുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ എടുത്തോളാൻ പറഞ്ഞു കൊടുത്തു വിടും. അവളും അവൾക്കെന്ന് വെച്ചാൽ അവള് വയറ് കഴിക്കുന്നില്ല, അവളൊരിച്ചിട്ട് കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കും. അങ്ങനെയാണ് ഒരു 2 ദിവസം. കണ്ണൻ കുഞ്ഞിനെ മുതൽ കണ്ണൻ്റെ ക്ലാസ്സിൽ ഒരു ബംഗാളി കൊച്ചുണ്ടായിരുന്നു കേട്ടോ, ഒരു പാവക്കൊച്ചായിരുന്നു. പാവക്കൊച്ചല്ല വില്ലനാണ് അവര്, പക്ഷെ സാമ്പത്തികമായിട്ട് ഇച്ചിരി ഇതായിട്ടുള്ള കൊച്ചാണ്. അപ്പൊ അവർക്കൊക്കെ ഈ ചിക്കൻ കറിയും അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്ക് ഇവൻ 2 കറിപ്പാത്രം എടുത്തുകൊണ്ട് വരും. ഞാൻ ചിക്കൻ എന്നത്തിനാണ് 2 ഒന്നമ്മ അവന് കൊടുക്കാനാ, അവനും കൂടെ കൊടുക്കണ്ടേ, അവന് ഭയങ്കര ഇഷ്ടമാണ്. അവനല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന മൊത്തം വേറെ ആർക്കും കൊടുക്കാൻ സമ്മതിക്കില്ല, അവൻ മുഴുവൻ എടുത്തോണ്ട് പോകുന്നു. അങ്ങനെയൊക്കെ കുഞ്ഞിലേ മുതൽ എല്ലാം കൊടുക്കാൻ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാണ്. ഞാനത് കുഞ്ഞിലേ മുതൽ അച്ഛനും കണ്ണനും ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ കൈ കൊടുക്കും. കൊടുത്തേച്ച് ഞാൻ പറയും, മോനെ അമ്മയ്ക്ക് തരാമോ എന്ന് ചോദിക്കും. അപ്പൊ അവരെനിക്കത് തരുമ്പോൾ ഞാനത് മേടിച്ച് തിന്നിയല്ല കേട്ടോ. നമ്മൾ അങ്ങനെ കുഞ്ഞുങ്ങളെ കുഞ്ഞിലേ തരാമോ എന്ന് ചോദിച്ചിട്ട് മേടിച്ച് നമ്മൾ തിന്ന് കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ പിന്നെ തരാനുള്ളൊരു മടി വരും. കാര്യം അത് എടുത്തേച്ച് ഞാൻ പിന്നെ അവർക്ക് കുറച്ചൊന്നും തിരിച്ചു കൊടുക്കുന്ന മക്കൾ തന്നെ കഴിച്ചോളെന്ന് പറയും. അതുകൊണ്ട് എന്നാന്ന് ചോദിച്ചാൽ അവർ വളർന്നു വരുന്നതനുസരിച്ച് ആര് ചോദിച്ചാൽ അത് നിങ്ങൾ കൊടുക്കും. ആഹാരമാണ് എന്നാണേലും ചിലരുണ്ട് തരാമോന്ന് ചോദിച്ചിട്ട് അത് മൊത്തം എടുത്ത് കഴിക്കും. അങ്ങനെ ചെയ്യരുത്. കുഞ്ഞുങ്ങൾ നമ്മൾ നല്ല ശീലങ്ങൾ വരുന്നത് ആദ്യമേ തന്നെ അവർക്ക് മൈൻഡ് കളയില്ല. അവർക്ക് തോന്നരുത്, അയ്യോ ഞാനൊരു സാധനം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടാണ്, ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് മൊത്തം വെട്ടി വിഴുങ്ങുമല്ലോ എന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നരുത്. അതിനെയാണ് അവരോട് തരാമോന്ന് ചോദിക്കുമ്പോൾ അവർ തന്നു കഴിയുമ്പോൾ അവർക്ക് എത്ര ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിലും അപ്പുറം അവർ നമുക്ക് തരും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ, അവരതെല്ലാം ഷെയർ ചെയ്താണ് നിൽക്കുന്നത്. അപ്പം ഇവർ തമ്മിക്കിടന്ന് എന്നെ കാണിച്ചു തന്നാലും പുറത്ത് ആരോടും അവരങ്ങനെയൊന്നും കാണിക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ പഴയ ഡ്രസ്സുകളൊക്കെ നല്ല ഡ്രസ്സുകളാക്കി കഴുകി വാഷ് ചെയ്താണെങ്കിൽ വാഷ് ചെയ്ത് അങ്ങനെയൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനാകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളൊക്കെ ഡ്രസ്സിനൊക്കെ ഒരുപാട് കിടന്ന് ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾ കാണാം. അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവർ വന്ന് കഴിച്ചുള്ളൂ ഞാൻ ബാക്കി അതിൻ്റെ പുറകെയൊക്കെ നടക്കുന്നത്. അതെല്ലാം എടുത്തൊന്ന് ശരിയാക്കി 2 പേരുടെ ഡ്രസ്സുകളൊക്കെ സെപ്പറേറ്റ് ആക്കി എല്ലാം എടുത്തേക്കണം. പിന്നെ ഇത് 6 റെയിലെ കൊടുക്കുന്നതെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിക്കില്ല കേട്ടോ, അത് നമ്മൾ കാണിക്കുന്നത് ശരിയല്ല. അത് എത്തിക്കേണ്ടടുത്ത് അവരെത്തിച്ചോളും, ആ ചേച്ചിയെ കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ എടുക്കാൻ വരുന്ന ആളെ ഞാൻ കാണിക്കത്തില്ല. അപ്പൊ ആള് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്കറിയാലോ ഇവിടെ നിന്ന് നമ്മുടെ ചാനലായിട്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചുമ്മാ ഓടിച്ച് കാണിക്കുന്നില്ല, ഒന്നും എടുത്ത് ഇതായിട്ട് ഞാൻ കാണിക്കുന്നില്ല. കാര്യം അവര് മറ്റുള്ളവർ ഇതാക്കുന്നില്ല. അതുകൊണ്ട് അതെല്ലാം ഇന്ന് എടുത്തു വെക്കലൊക്കെയാണ്. അപ്പം ഞങ്ങൾ വലത്ത് കൈ കൊടുക്കുന്ന ഇടത്ത് കൈ അറിയില്ലെന്നാണ് പറയുന്നത്. നമ്മൾ ആർക്ക് എന്നെ കൊടുത്താലും നമ്മളത് മറ്റൊരാളെ കാണിച്ചുകൊണ്ട് കൊടുക്കരുതെന്നാണ്. അപ്പം ഞാൻ ആ ഡ്രസ്സെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നതിൻ്റെ വീഡിയോയും കൂടെ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ പോയി ഇതിന് ചില സവോള എടുക്കൊണ്ട് വെക്കാം. പച്ചമുളക് നമ്മുടെ പച്ചമുളകെന്ന് പറിച്ച് കഴിക്കൊണ്ട് സവോള അരിയണം. സവോളയും എടുത്തിട്ട് വർത്തമാനം പറയുന്നതിനിടയ്ക്ക് മെഴുക്കുരട്ടി ഇതായിക്കൊണ്ടിരിക്കണം. പാവയ്ക്ക ഒന്ന് വാടി, ഇനി അതിലേക്ക് സവോളയും പച്ചമുളകും കൂടെ ചേർക്കണം. പാവയ്ക്ക മെഴുക്കുരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഞാൻ ചീമച്ചക്ക തോരൻ കറണ്ട് പോയി. രാവിലത്തെ ആ കാറ്റും മഴയെല്ലാം വന്നപ്പോഴത്തേക്ക് കറണ്ട് പോയതായിരുന്നു കേട്ടോ. പിന്നെ വന്ന് നെറ്റും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴെല്ലാം വന്ന് കറണ്ട് വന്നു. കറണ്ട് വന്നു പോയി നിൽക്കുമോ. വെളി നല്ല വെയിലാട്ടോ. മഴയായി അങ്ങോട്ട് പെയ്തിട്ട് അങ്ങോട്ട് വെയിൽ വരുമ്പോണ്ടല്ലോ എന്നതാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഓടി നടന്ന് ഏതൊക്കെ ചെയ്യാൻ ജോലി. ചീനച്ചക്കയ്ക്ക് ഞാൻ വെളുത്തുള്ളിയും തേങ്ങയും മാത്രമാണ് ചതച്ചെടുത്തേക്കുന്നത്. കടുക് പൊട്ടിച്ച് അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചിട്ടേച്ച് അതിലേക്ക് പിന്നെ വേവിച്ച് വെച്ചേക്കുന്ന ചീനച്ചക്കയും കൂടെ ചേർക്കും. മീൻ വറക്കാനിട്ടേക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിള്ളേർ വീടുകളിൽ പൈസ ഉപയോഗിക്കുന്നത്
ഇവിടെ ഇവർ രണ്ടുപേരും എവിടെ പൈസ ഇരുന്നാലും എടുക്കത്തില്ല കേട്ടോ. എൻ്റെ പേഴ്സിൽ ഇരുന്നാലും എടുക്കത്തില്ല, ചേട്ടൻ്റെ പേഴ്സിൽ ഇരുന്നാലും എടുക്കത്തില്ല. എവിടെ വെച്ചാലും അവരെടുക്കില്ല. അവർക്ക് ആവശ്യമുള്ളവർ ചോദിച്ചേ മേടിക്കത്തുള്ളൂ. അത് കുഞ്ഞിലേ മതി ഞാൻ അവരോട് അതും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും പൈസ എവിടെ ഇരിക്കുന്ന കണ്ടാലും ചോദിക്കാതെ എടുക്കരുതെന്ന് പറയും. അതുകൊണ്ട് അവരൊരിക്കലും പൈസ അങ്ങനെ എടുക്കുകയല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ കണ്ട് പഠിക്കുന്ന കൂടുതലും ചില അമ്മമാരുണ്ട്. നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ എന്നെ പലരൊക്കെ പറയുമായിരിക്കും. എന്നാലും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഭർത്താക്കന്മാരുടെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് മാറ്റുന്ന പെണ്ണുങ്ങളുണ്ട്. അതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല, ഒരു സപ്പോർട്ടും ഇല്ല. ഞാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ കുടുംബം നോക്കാത്തവർ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല കേട്ടോ. കുടുംബം നോക്കുന്ന ആണുങ്ങളുടെ പേഴ്സിൽ ഒരിക്കലും പൈസ എടുത്ത് മാറ്റരുത്. കുടുംബം നോക്കാത്തത് ഞാൻ പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ സിറ്റുവേഷൻ അതായതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ അതിൽ നിന്നെടുത്ത് എടുക്കുന്നത്. അല്ലാതെ വീട്ടിൽ ചെലവിന് തരികയും വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ പേഴ്സിൽ നിന്ന് ഒരിക്കലും പെണ്ണുങ്ങൾ പൈസ എടുത്ത് മാറ്റരുത്. അത് ചെയ്യുന്നത് തന്നെ വലിയൊരു തെറ്റാണ്. അങ്ങനെയുള്ള വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഒരു ഉയർച്ചയും ഉണ്ടാകുകയില്ല. ഉയർച്ച ഉണ്ടാകുന്ന വെച്ചാൽ കാര്യം അതൊരു കള്ളത്തരമാണ് കാണിക്കുന്നത്. അവർ ചിലപ്പോൾ പല കാര്യത്തിന് കണക്കൂട്ടി വെച്ചിരിക്കുന്ന പൈസ ആയിരിക്കും. ഞാനിവിടെ ചേട്ടൻ എത്ര റൗണ്ട് വെച്ചാലും ഉണ്ടല്ലോ, എനിക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയും, ചേട്ടനെ ഈ പൈസ നിർത്തരുത്, ബാധന എപ്പോഴും റെഡി ഇവിടെ ഇരിക്കുന്നില്ല, നിനക്ക് എടുക്കാൻ മേലെ എന്ന്. ഞാൻ പറയും വേണ്ട, എനിക്ക് ഇനി തന്നാൽ മതി എന്ന് പറയും. ഞാൻ ഒരിക്കൽ പോലും അതിൽ നിന്ന് 1 രൂപ പോലും ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എന്നാ എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ കൊണ്ട് കിടക്കുന്ന ആളൊന്നുമല്ല ഞാൻ. എൻ്റെ കയ്യിൽ ചിലപ്പോൾ 10 പൈസ കാണത്തില്ലായിരിക്കും. കാര്യം എനിക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ചേട്ടൻ തരുന്ന പൈസയൊക്കെ ഉള്ളൂ. അത് എന്നേലൊക്കെ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു കഴിയുമ്പോൾ ആ പൈസ അങ്ങ് തരും. എന്നേലും ആവശ്യം എന്നാൽ ചിലപ്പോൾ ചേട്ടനോട് ഇല്ലാത്ത സമയത്ത് പിള്ളേർക്ക് എന്നേലും ആവശ്യങ്ങളായിരിക്കും. സ്കൂളിൽ കൊടുക്കണമെന്നൊക്കെ പറയുമ്പോഴായിരിക്കും ആ പൈസ എടുത്താൽ കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ആ പൈസ എടുത്താൽ മാറ്റും. ചിലപ്പോൾ എനിക്ക് 10 പൈസ കാണത്തില്ല. എന്നാലും ഉണ്ടല്ലോ ചേട്ടനോട് കൊണ്ട് എത്ര അലമാരിയിൽ ഇരുന്നാലും പേഴ്സ് ഇരുന്നാലും ഞാൻ എടുക്കത്തില്ല. അല്ല ചേട്ടൻ എന്തെങ്കിലും ആവശ്യം എന്നെ പിടിച്ച് പറഞ്ഞു, എടി അത് ഇത്ര എടുത്ത് ഇനി ആൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ഒരു ആവശ്യത്തിനെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് മാറ്റാറില്ല. അങ്ങനെ ചെയ്യുന്നതിന് വളരെ തെറ്റാണ്. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ മക്കളും അത് കണ്ടു വളർന്നു വരും. അവരും 1 രൂപ പോലും ബാബുസന്റെ പേഴ്സിൽ നിന്ന് അച്ഛൻ കണ്ണനും എടുക്കുകയില്ല കേട്ടോ. ഞാൻ പൊങ്ങച്ചം പറയൊന്നുമല്ല. നമ്മൾ മക്കളെ ഓരോ രീതിക്ക് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ ചെന്നാലും ഒരുപാട് വിദ്യാഭ്യാസം കൊടുക്കുന്നത്, ഒരുപാട് പണം സമ്പാദിക്കുന്നതിനെ പറ്റി അല്ല മക്കളെടുത്ത് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. എന്നാ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എന്നാ പണം ഉണ്ടെന്നുണ്ടെങ്കിലും കള്ളനെന്ന് എനിക്ക് ആ ചെറുക്കൻ അയ്യോ ആ ചെറുക്കനെ 10 പൈസ ഒന്നും വെക്കാൻ പറ്റുന്നില്ല, മൂട്ടിക്കുന്ന ചെറുക്കനെ എന്ന് കേൾക്കുന്നതാണോ നല്ലത്, അതോ ആ കൊച്ചുങ്ങളൊക്കെ 10 രൂപ പോലെ എവിടെ നിന്നാലും എടുക്കുകയില്ല എന്ന് പറയുന്നതാണ്. ഞാനിവരെ രണ്ടുപേരെ അങ്ങനെ തന്നെയാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ പൈസ കൊടുക്കാറുണ്ട്. പക്ഷേ ജയചേച്ചി പറഞ്ഞാലല്ലേ, ചേട്ടൻ എത്ര കൊടുത്തിട്ടല്ലേ അപ്പോൾ അവരുടെ പൈസ ഫുള്ള് കൊടുത്തിട്ടാൽ ഞാൻ പറയും മോനെ ബാക്കി പൈസ അവിടെ കൊടുത്താൽ അമ്മയെന്ന് പറയും. കാര്യം അവരെ കൊണ്ടത് ആവശ്യമില്ല, ചിലവാക്കിപ്പിക്കത്തില്ല. പൈസയുടെ വില അതിനാണ് പിള്ളേർ വളരാനായിട്ട്. അടപ്പ് മുഴുവൻ എടുക്കാത്ത എന്നാണെന്നറിയോ, പനിയിലുണ്ട്. പനിയെന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയത്തില്ലായിരിക്കും, മീൻ്റെ മുട്ടയെന്നും പറയും. മത്തിയുടെയാണ് അത്. നമ്മൾ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ മോളയിലോട്ട് വന്ന് മുഖത്ത് തന്നെ അത് വയ്ക്കുകയുള്ളൂ. എനിക്കെപ്പോഴും ഇങ്ങനെ മീൻ്റെ മുട്ട എടുക്കുമ്പോൾ പറ്റുന്നത് അതായത് ഒന്നെങ്കിൽ എൻ്റെ കഴുത്തലോട്ട് കയറിക്കും, ഇല്ലെങ്കിൽ കൃത്യം എൻ്റെ കണ്ണിലോട്ടായിരിക്കും. കണ്ണിൻ്റെ ഇവിടോട്ട് വന്ന് വീഴും. ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്തേച്ച് ഒരടപ്പ് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എപ്പോഴും എടുക്കത്തുള്ളൂ. നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി. അപ്പം ഞാൻ പറഞ്ഞ ആർക്കും പിണക്കൊന്നും തോന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കാര്യം വെച്ച് ഞാൻ പറഞ്ഞാണ്. എനിക്ക് അങ്ങനെ പൈസ ഇങ്ങനെ എടുക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. പിന്നെ അങ്ങനെയുള്ള വീടും ഒന്നും നോക്കാത്തതൊക്കെ ആണെങ്കിൽ അതിനൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അത് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അവരെ ഞാൻ കുറ്റം പറയുന്നുമില്ല. അല്ലാതെ കുടുംബം നല്ല രീതിക്ക് നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ചിലർക്കുണ്ട് പൈസ എടുത്ത് ഒരുപാട് ദൂർത്തടിക്കുന്ന പെണ്ണുങ്ങളുണ്ട് കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ അത് മേടിക്കുക ഇത് മേടിക്കുക, ഞാൻ ആവശ്യമില്ലാതെ ഒരു സാധനങ്ങളും മേടിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ പൈസ നമ്മളൊക്കെ കഷ്ടത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ
ഓരോന്നിനും വേണ്ടി അവരൊക്കെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ആവശ്യമില്ലാതെ പൈസ തന്നെയല്ല കേട്ടോ, ആഹാരവും ഞാൻ ആവശ്യമില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കി ഇതാക്കി വേസ്റ്റ് ആക്കത്തില്ല. അതോടെ ചേട്ടനും നിർബന്ധമാക്കായിരുന്നു. ഫുഡ് വേസ്റ്റാക്കി കളയുന്നത് ഒട്ടും ഇഷ്ടമല്ല. എനിക്കൊന്ന് ഇന്നും എർത്തിലോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മീൻകറി ചാട്ടിട്ടുണ്ട്, ചോറും മീൻകറിയും കേട്ട് ഞങ്ങൾ ഇനി ഇത് ഊറ്റി കഴിഞ്ഞാൽ ചോറ് റെഡിയായി. അപ്പം ചോറും മീൻകറിയൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളൂ. ഇനി കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. നല്ല ചൂടാണ്, വേർത്തൊഴുകുക. ഞാൻ രാവിലെ അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് കുളിച്ചത്. കുറേ ജോലി ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ചെയ്ത് തീർത്ത് കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിയെല്ലാം കഴിച്ച് പിന്നെ ഒത്തിരി കിടന്ന് ജോലി ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാട്ടോ. അപ്പം അതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട പണിയെല്ലാം തീർത്തേച്ചിരിക്കാമെങ്കിൽ സമാധാനമായിട്ടിരിക്കാമല്ലോ. അപ്പം ഇവിടെ ചോറും തിളച്ച്, ഇനി ചോറ് ഊറ്റി, മീനും ഇതായി, തോരനും റെഡിയായി, പായ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ മീൻകറി. ഇതിനെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത്രയും കറി കൂട്ടി ഇനി ഞങ്ങൾ ചോറിനായിട്ട് ഇടണം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, പിള്ളേരൊക്കെ വന്നിട്ട് ഇനി ബാക്കി വീഡിയോസൊക്കെ കാണാവേ. കാര്യം അവർ വന്നു കഴിഞ്ഞേച്ച് ഞാൻ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ ചോറ് ഊറ്റട്ടെ, ഇനി ഞങ്ങൾ കഴിഞ്ഞ് പിന്നെ കാണാവേ. ഞങ്ങൾ വൈകുന്നേരത്തേക്ക് ചക്കപ്പഴം കഴിക്കാൻ തുടങ്ങുകയാണേ. ഇന്നലെ മണിയമ്മ എടുത്തുനിന്ന് കിട്ടിയതാണ്. നല്ല മധുരമുള്ള ചക്കപ്പഴം കേട്ടോ. തിരി മധുരമില്ല, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആവശ്യമുള്ള മധുരമൊക്കെ ഉണ്ട്. കണ്ട, അടിച്ചു മാറ്റി. അവൻ വന്ന് നീ ഇവിടെ ഫോണും കൊണ്ട് കിടന്നോ കേട്ടോ. പിള്ളേരെ നമുക്ക് മറ്റേ ഡ്രസ്സ്, നിങ്ങളുടെ പഴയ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെക്കണ്ടേ. ചക്കപ്പഴം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രസ്സെല്ലാം ഒന്ന് എടുത്ത് അടുക്കി വെക്കാം. അതിനാ അവനും അവധിയാണോ? നിനക്ക് അവധിയാണോടാ? നിനക്ക് ക്ലാസ് ഉണ്ടോ? ആളെ ട്യൂഷനുണ്ടോ? ക്ലാസ് ഉണ്ടോ? സ്കൂളുണ്ടോ? അതോ ട്യൂഷനോ? അമ്മ നീ നിന്റെ നിന്ന് വൈകിട്ടത്തെ ഡ്രസ്സെല്ലാം എടുത്ത് അവിടെ മാറ്റി വെക്കണേ. നിങ്ങൾക്ക് ഇവിടെ ഡ്രസ്സ് കൊടുക്കുന്നതിൽ സങ്കടമുണ്ടോ? നല്ല ഡ്രസ്സാണ് നീ കൊടുക്കുകയല്ലേടി? ഇവിടെ നിന്റെ നിന്ന് എടുത്ത് തരണേ. എല്ലാം എടുത്ത് നമുക്ക് ബട്ടണൊക്കെ പൊട്ടിയതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. എല്ലാം ശരിയാക്കി വേണം കൊടുക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ചക്കപ്പഴമൊക്കെ കഴിക്കട്ടെ. അപ്പം നാളത്തെ വീഡിയോയിലൂടെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാൻ കേട്ടോ, ഡ്രസ്സ് എടുത്ത് വെക്കുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമേ.